വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. ക്ഷേമ പെൻഷൻ 3 മാസത്തെ തുകയൊക്കെയാണ് ലഭിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. ചില മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടാണ് ഇതൊക്കെ. കൂടാതെ 3 മാസത്തെ തുക വിതരണം ഈ മാസം ഉണ്ടാവും എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാസത്തെ തുക 4800 എത്തിച്ചേരും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഉടനെ ഉണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാം. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് വിതരണം എന്തായാലും ഉണ്ടാവും എന്ന കാര്യം 100% ഉറപ്പാണ്. 2 മാസത്തെ തുക എന്തായാലും വിതരണം ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ഗഡു ഓണത്തിന് വിതരണം ചെയ്തായിരുന്നു. കൂടാതെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഒരു ഗഡു കൂടെ ഈ വർഷം തന്നെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് 2 മാസത്തെ ഗഡു വിതരണം ചെയ്യുമെന്ന സാഹചര്യം വന്നത്. പക്ഷെ ഇപ്പം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 3 മാസത്തെ വരെ ക്ഷേമ പെൻഷൻ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ്. സഹകരണത്തിൻ്റെ കൺസ്ട്രക്ഷൻ രൂപീകരിച്ച് അതിൽ നിന്ന് 3000 കോടി രൂപ കടമെടുക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് 4 മാസത്തെ ക്ഷേമ പെൻഷൻ നമുക്ക് ലഭിച്ചേക്കാം, 4800 രൂപ ലഭിച്ചേക്കാം എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് ജനങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായകരമായിരിക്കും. 2 മാസത്തെ കുടിശ്ശിക തുകയാണ് ക്രിസ്മസിന് വിതരണം ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മാധ്യമങ്ങൾ പറഞ്ഞ് ശരിയാണെങ്കിൽ 3 മാസത്തെ കുടിശ്ശിക തുക വിതരണം 4800 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തും. വളരെ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, സംസ്ഥാന സർക്കാർ ഇത് ആലോചിക്കുന്നുള്ളൂ. ഇത് വിതരണം ചെയ്യും എന്നും പറയുന്നത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഇത് ഇവിടുന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇതാണ് നിങ്ങളിൽ അപ്പം തന്നെ ഞാൻ എത്തിക്കുന്നത്. 2 മാസത്തെ തുക 3200 എന്തായാലും ഉറപ്പാണ്. ഇത് 3 മാസത്തെ കിട്ടുവാണെങ്കിൽ എത്ര സന്തോഷകരമായിരിക്കും. വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർക്കായിരിക്കും കൂടുതൽ സന്തോഷകരം. കാരണം മരുന്ന് മേടിക്കാനും മറ്റു ആവശ്യങ്ങൾക്ക് അവർക്ക് കൂടുതൽ സഹായകരമാകും. വരുവാണെങ്കിൽ സന്തോഷമായിരുന്നു. എനിക്കും എന്നെ പോലുള്ള ഭിന്നശേഷിക്കാർക്കൊക്കെ ഒരുപാട് സഹായകരമാണ് സർക്കാരിൻ്റെ ഈ നടപടി. ഈ കടമെടുക്കുന്ന തുക മുഴുവനായിട്ട് ക്ഷേമ പെൻഷനിലേക്ക് പോവുകയാണെങ്കിൽ 4800 തന്നെ വിതരണം ചെയ്യും. സംസ്ഥാന സർക്കാർ കൂടുതലായിട്ട് ശ്രമിക്കേണ്ടത് ക്ഷേമ പെൻഷൻ ഇനി കറക്റ്റായിട്ട് വിതരണം ചെയ്യണം. ഇല്ലെങ്കിൽ ഇലക്ഷനൊക്കെ വരുമ്പോൾ സർക്കാരിന് തന്നെ തിരിച്ചടി നേരിടും. എന്തായാലും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ 4800 തന്നെ ലഭിക്കും എന്ന റിപ്പോർട്ട് തന്നെ ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് സന്തോഷകരമായ വാർത്തയാണ്. ഇങ്ങനെ തന്നെ വിതരണം ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇതുപോലത്തെ റൂൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ സർക്കാർ അറിയിപ്പ് പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ വിഷ്ണു ക്രിയേഷൻസ് എന്നും സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഗുഡ് ബൈ ഫ്രണ്ട്സ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.